നമസ്കാരം. മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ അവഗണിക്കാനാകാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് ശിവസേന. ശിവസേന കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായി പിളർന്നതും പിന്നീട് ശിവസേന തകർന്നു പോകുന്നതുമെല്ലാം നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം BJPയുമായിട്ടുള്ള പതിറ്റാണ്ടുകൾ നീണ്ട സഖ്യം ഉപേക്ഷിച്ചുകൊണ്ട് അവർ കോൺഗ്രസിനൊപ്പവും NCPക്കൊപ്പവും പോയി എന്നത് ആ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിൽ വലിയ വിള്ളലുണ്ടാക്കുകയും അത് പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും ഇടയിൽ വലിയ പ്രശ്നം സൃഷ്ടിക്കുകയും പാർട്ടി രണ്ടായി പിളരുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. അതായത് അധികാരത്തിന് വേണ്ടി BJPയെ ഉപേക്ഷിച്ച് അവർ കോൺഗ്രസിലേക്ക് പോകുന്നു, മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കോൺഗ്രസ് മുന്നണിയിലേക്ക് പോകുന്നു. അത് അടിത്തട്ടിൽ നേതാക്കൾക്കും അണികൾക്കുമൊന്നും സ്വീകാര്യമായ ഒരു കാര്യമായിരുന്നില്ല. കാരണം ഒരു ഹിന്ദുത്വ പ്രത്യയശാസ്ത്രമുള്ള രണ്ട് പാർട്ടികളായിരുന്നു മഹാരാഷ്ട്രയിൽ ശിവസേനയും BJPയും. അവരെന്നും കൈകോർത്ത് നിൽക്കണം എന്നാണ് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. അവർ ഒന്നിച്ചു നിന്നപ്പോഴെല്ലാം വലിയ തിരഞ്ഞെടുപ്പ് നേട്ടങ്ങൾ ജനങ്ങൾ അവർക്ക് സമ്മാനിച്ചിട്ടുമുണ്ട്. എന്തായാലും കഴിഞ്ഞ കുറേ മാസങ്ങളായി ശിവസേന രണ്ടായി പിളർന്നിരിക്കുന്നു. ശിവസേനയുടെ ഒരു ഭാഗം മാത്രമേ BJPക്കൊപ്പമുള്ളൂ. അങ്ങനെയാണ്, ആ രീതിയിലാണ്. അതായത് 2019 NDA അധികാരത്തിൽ വരുമ്പോൾ ആ NDAയിൽ ശക്തി പകർന്നുകൊണ്ട് ശിവസേനയുടെ MP-മാരും ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ മൂന്നാം തവണയും NDA അധികാരത്തിൽ വരുന്നത് ശിവസേന ഇല്ലാതെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മഹാരാഷ്ട്രയ്ക്കുള്ളിൽ ചില നേതാക്കളും അതുപോലെ തന്നെ അണികളുമെല്ലാം അസന്തുഷ്ടരാണ്. ഇവർ രണ്ടും എന്നും ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് എന്ന താല്പര്യവും നിലപാടുമുള്ളവരാണ് മഹാരാഷ്ട്രയിലെ ഭൂരിഭാഗം വോട്ടർമാരും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് റാലികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്രയിൽ ഉദ്ധവിനോടും അതുപോലെ തന്നെ ശരത് പവാറിനോടും തങ്ങൾക്കൊപ്പം ചേരാനുള്ള ആഹ്വാനം നൽകിയിരിക്കുന്നു. ഇപ്പോഴിതാ ഉദ്ധവ് താക്കറെ NDAയിലേക്ക് വരുന്നു എന്ന ഒരു വെളിപ്പെടുത്തലാണ് മഹാരാഷ്ട്രയിലെ തന്നെ ഒരു MLA രവി റാണ പറഞ്ഞിരിക്കുന്നത്. ആ രവി റാണയുടെ വാക്കുകൾ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ വളരെയധികം ആവേശത്തോടു കൂടി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് അജിത് പവാർ അടക്കമുള്ള ശിവസേന അംഗങ്ങൾ NDAയ്ക്കൊപ്പം വരുമെന്നും ശിവസേന നേരത്തെ രണ്ടായി പിളരുമെന്നും ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള അംഗങ്ങൾ NDAയിലേക്ക് വരുമെന്നുമൊക്കെ ഈ MLA പ്രവചിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അത് കാരണമാണ് അദ്ദേഹം പല കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ്, ഇതൊരു പ്രവചനമല്ല, പക്ഷേ ഇത് തനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്. കാരണം മൂന്നാം തവണയും NDA അധികാരത്തിൽ വരും എന്ന എക്സിറ്റ് പോളുകൾ വ്യാപകമായതോടുകൂടി ഉദ്ധവ് താക്കറെയുടെ മേൽ തിരികെ NDAയിലേക്ക് മടങ്ങിപ്പോകണമെന്ന സമ്മർദ്ദമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ആ രീതിയിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോവുകയാണ്. NDA സർക്കാർ അധികാരമേറ്റ് 20 ദിവസത്തിനുള്ളിൽ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന NDAയിലേക്ക് വരുമെന്നും കേന്ദ്ര മന്ത്രിസഭയിൽ അവർക്ക് മന്ത്രിമാരുണ്ടാകുമെന്നുമൊക്കെയാണ് ഇപ്പോൾ രവി റാണ പറഞ്ഞിരിക്കുന്നത്. ഈ വെളിപ്പെടുത്തലുകൾ എത്രമാത്രം ശരിയാകുമെന്നറിയില്ല. പക്ഷേ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അതിന് കാരണമായ പല സൂചനകളും നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനമടക്കം ഉദ്ധവിനെയും ശരത്തിനെയും ക്ഷണിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ആഹ്വാനമടക്കമുള്ള കാര്യങ്ങൾ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലുണ്ട്. അതിനു പുറമെ BJPയും അതുപോലെ തന്നെ ശിവസേനയും ഒന്നിച്ചു നിന്നപ്പോഴെല്ലാം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഉയരങ്ങൾ കീഴടക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകണം എന്ന് ശിവസേന പ്രവർത്തകർ അവരുടെ നേതൃത്വത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന വാർത്തകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രവി റാണയുടെ വാക്കുകൾ ശ്രദ്ധേയമാണത്. വളരെയധികം പ്രാധാന്യത്തോടു കൂടിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ഈ വരുന്ന 9-നോ 10-നോ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ 20 ദിവസത്തിനുള്ളിൽ ഉദ്ധവ് താക്കറെ വിഭാഗം ഇന്ത്യ സഖ്യവുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് NDAയിലേക്ക് വരും എന്നാണ് രവി റാണയുടെ വാക്കുകൾ സത്യമാണ് എങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മോദിയെ താഴെ ഇറക്കുക എന്ന ഉദ്ദേശവുമായി തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ പോരാടിയ ഇന്ത്യ സഖ്യത്തെ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ രൂപീകരണത്തിന് കാരണക്കാരായ മറ്റൊരു നേതാവ് കൂടി ഇന്ത്യ സഖ്യം പടിയിറങ്ങുന്നു എന്നുള്ളതാണ്. നിതീഷ് കുമാർ നേരത്തെ പടിയിറങ്ങി NDAയിലേക്ക് പോയി കഴിഞ്ഞു. മമത നിസ്സഹകരണ സമരത്തിലാണ്. ഇപ്പോൾ ഇതാ ഉദ്ധവ് താക്കറെയും NDA സഖ്യം വിടുന്നതോടുകൂടി പിന്നാലെ ഒരുപക്ഷെ ശരത് പവാറും NDAയിലേക്ക് വന്നേക്കാം എന്ന ഒരു സാധ്യതയുണ്ട്. അങ്ങനെയാണ് എങ്കിൽ പ്രതിപക്ഷ മുന്നണി ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ തവിടുപൊടിയാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.